قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا، والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت منايا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഇൻസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാമത്തെ ആയത്തിലായിരുന്നു നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിശ്ചയമായും നിങ്ങൾക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാണ്. നിങ്ങളിൽ നിന്ന് ഒരു നന്ദിയോ പ്രതിഫലമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അബ്റാർ പുണ്യവാന്മാരായ ആളുകൾക്ക് ഇത്രയും വലിയ ദർജകൾ സ്വർഗത്തിൽ ലഭിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത്. കീർത്തിക്ക് വേണ്ടിയോ പേരിന് വേണ്ടിയോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ധർമ്മം വാങ്ങുന്നവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദി പ്രകടനമോ പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും താല്പര്യം മുൻനിർത്തിയോ മനുഷ്യന്മാർ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. പക്ഷെ നമ്മളത് ചെയ്യാൻ പാടില്ല. സജ്ജനങ്ങളായ ആളുകൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് ഇങ്ങനെയാവില്ല, അതൊന്നും ഇങ്ങനെയാവില്ല. അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കും. ഖിയാമത്ത് നാളിലെ ഭീകരമായ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കും. മറ്റു ഒരു കൂട്ടരിൽ നിന്നും ഒരു പ്രതിഫലവും അവർ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ പാവങ്ങളുടെ നേരെ നമ്മൾ കാണിക്കുന്ന അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഔത്സുഖ്യം, ഇതൊക്കെ കാരണമായി നമ്മൾ ധനം ചെലവഴിക്കുന്നു എങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ അടുത്തൽ ഇതൊരു പുണ്യകരമായ അമലായി തീരണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. നമ്മുടെ നിയ്യത്ത് പോലെയാണ് കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നത് കൃത്യമാണല്ലോ. എന്ന ഹദീസിന്റെ ഒരു ഭാഗമാണത്. ഓരോ മനുഷ്യനും അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ഒരു 5 രൂപ സദഖ കൊടുക്കുമ്പോൾ അത് എന്താണ് നമ്മുടെ മനസ്സിൽ നിയ്യത്ത്? ആളുകളെ കീർത്തി ലഭിക്കലാണെങ്കിൽ ആ കീർത്തി ഉണ്ടാവുള്ളൂ, പടച്ചവന്റെ ഒന്നും ഉണ്ടാവില്ല. അതല്ല റബ്ബിന്റെ പ്രീതിയാണെങ്കിൽ പ്രീതി ഉണ്ടാവും. നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ, അല്ലേ? ഉപകാരം ചെയ്ത ആളുകളോട് നന്ദി കാണിക്കുക എന്നത് മനുഷ്യന്റെ കടമയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുത്താൽ അയാളുടെ അടുത്ത് നിന്ന് നമ്മൾ നന്ദി പ്രതീക്ഷിക്കാൻ പാടില്ല. അതാണല്ലോ ഇവിടെ അല്ലാഹു തആല പഠിപ്പിച്ചത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു നന്ദിയോ പ്രതിഫലം ആഗ്രഹിക്കണില്ല, നമ്മളത് ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷേ അതേസമയം മനുഷ്യന്റെ പൊതുവായ ഒരു കടമയാണ് എന്ത്? ആരെങ്കിലും ഒരാൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അയാളോട് അങ്ങോട്ട് നന്ദി പ്രകടിപ്പിക്കുക എന്നത് അത് മനുഷ്യന്റെ കടമയാണ്. അതേസമയം അത് അയാൾ ചെയ്തോളും. ഞാൻ ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ അയാൾ ആക്ഷേപിക്കാൻ പാടില്ല, അത് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉപകാരം ചെയ്ത ആളുകളോട് നന്ദി കാണിക്കുക എന്നത് മനുഷ്യന്റെ കടമയാണ്, അല്ലെ? പല ഹദീസുകളും ആയത്തുകളൊക്കെ അതിനെ തെളിവാണ്. ലാ യശ്കുറുല്ലാഹു മൻ ലാ യശ്കുറുന്നാസ്. ലാ യശ്കുറുല്ലാഹു, അള്ളാഹു നന്ദി കാണിക്കുകയില്ല. ആരോട്? മൻ ലാ യശ്കുറുന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട്. അപ്പോൾ ഒരാൾ നമ്മൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അയാളോട് നമ്മൾ നന്ദി കാണിക്കണം, അത് നമ്മുടെ കടമയാണ്, നമ്മളത് ചെയ്യുകയും വേണം. പക്ഷേ ഉപകാരം ചെയ്യുന്ന ആളുകൾ അത് ലക്ഷ്യം വെച്ചിട്ട് ചെയ്തുകൂടാ എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ചെയ്ത ഉപകാരം പിന്നെ എടുത്തു പറയാൻ പറ്റില്ല. അത് നമ്മൾക്കിടയിലൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ അല്ലെങ്കിൽ മരിക്കണത് വരെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ഓനെ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു, എന്നോട് ഇങ്ങനെ കാട്ടിയില്ലേ, ഓനന്ന് വിസിറ്റിംഗ് വിസയിൽ വന്നപ്പോൾ ഞാൻ ഓനെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് മെസ്സിൽ ചേർപ്പിച്ച് ജോലി അന്വേഷിച്ച് ജോലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഓന് എനിക്കെതിരെ ഇങ്ങനെ തിരിയാണോ? എന്തിനാണ് എടുത്തു പറയുന്നത്? അപ്പൊ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ, എന്തിനാത് എടുത്തു പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ചെയ്തതിന്റെ കൂലി നഷ്ടപ്പെടുത്തുക എന്നത് വലിയ ഒരു നഷ്ടമാണ്. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ എന്ന് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ ആയത്തിൽ പറയുന്നു.
ലാ തുബ്തിലു, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, സദഖാത്തിക്കും, നിങ്ങളുടെ ധർമ്മങ്ങളെ, ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും. എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ പിന്നെ അയാൾ നമ്മളെ കടക്കാരനായതുപോലെയാണ്. അയാൾക്ക് എന്തോ നമ്മളോട് കടപ്പാടുള്ള പോലെ നമ്മൾ പറയുന്നതൊക്കെ ആൾ ചെയ്തു തരണം, നമ്മുടെ മുമ്പിൽ അയാൾ ഇങ്ങനെ വാലാട്ടി നിൽക്കണം, ഇതൊക്കെയാണ് നമ്മുടെ താല്പര്യം. അങ്ങനെയൊന്നും മുഅ്മിനീങ്ങൾ അയാൾക്ക് ഉണ്ടാവാൻ പാടില്ല. വലിയ വിഷയമാണ് ദാനധർമ്മം, വലിയ വിഷയമാണ്. അല്ലാഹു തആല ദാനധർമ്മം എങ്ങനെയായിരിക്കണം എന്നത് കൃത്യമായി വരച്ച് കാണിക്കുകയാണ് ഈ ആയത്തിലൂടെ. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ദാനധർമ്മം മാത്രമല്ല, നമ്മൾ എന്തൊക്കെ മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നു, പരോപകാരമായി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു, അതിനൊക്കെയുള്ള മാർഗ നിർദ്ദേശങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. കൊടുക്കാനുള്ള മനസ്സ് തന്നെ വലിയ കാര്യമാണ്. കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നത് വലിയ കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ ഈ വിഷയങ്ങൾ പറയാൻ വേണ്ടി മാത്രം അല്ലാഹു തആല പേജുകൾ നീക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൂറത്തുൽ ബഖറയിലെ 261 ആയത്ത് മുതൽ 274 വരെ നിങ്ങൾ ഏകദേശം ഒരു 3 പേജോളം ഒന്ന് നോക്കിയാട്ടെ. ഇത് തന്നെയാണ് അല്ലാഹു തആല പറയുന്നത്. 261 മുതൽ 274 വരെയുള്ള ആയത്തുകൾ ഏകദേശം 3 പേജോളം ഉണ്ടത്. നിങ്ങൾ ഇങ്ങനെ ചിലവഴിക്കണം, നിങ്ങൾ അങ്ങനെ കൊടുക്കണം, ഇത് ചെയ്യണം, പിന്നെ നിങ്ങളിങ്ങനെ എടുത്തു പറയരുത്, സദഖ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, സദഖ കൊടുത്താൽ ഇന്ന ആളുകൾക്ക് ഇന്ന പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഈ കൊടുതിയുടെ കാര്യങ്ങളാണ്, ഇൻഫാഖ് ചെലവഴിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഈ 3 പേജോളം റബ്ബ് പറയുന്നത്. സൂറത്ത് ബഖറയിൽ ആയത്തുകളൊക്കെ അത്യാവശ്യം നിങ്ങളുള്ള ആയത്തുകളാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, 261 മുതൽ 274 വരെയുള്ള ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്. എല്ലാം കൂടെ നമുക്ക് പറയാൻ സമയമില്ല. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ ആ ഭാഗം നോക്കിയാൽ മനസ്സിലാകും, ഇവിടുത്തെ തഫ്സീറൊക്കെ നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും. ഈ കൊടുതി എന്നത് തന്നെ നമ്മുടെ ഉസ്താദന്മാർക്ക് പറയാറുണ്ട് 3 രൂപത്തിലാണ് എന്ന്, അല്ലേ? ഒന്ന് സക്കാത്തുണ്ട്, നിർബന്ധമായ കൊടുതിയുണ്ട്. 2 സ്വതക്കയുണ്ട്, ഐച്ഛിക ദാനധർമ്മം, ധർമ്മം കൊടുക്കുക നമ്മൾ പറയില്ലേ. പിന്നെ ഹിബത്ത് എന്ന് പറയും, ഗിഫ്റ്റ് കൊടുക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഗിഫ്റ്റ് പിന്നെ സമ്മാനം കൊടുക്കുക എന്ന് പറയാം നമുക്ക്. ഇതിൽ സത്യത്തിൽ ഏറ്റവും മോശമായ മുതൽ എന്നൊക്കെ നമുക്ക് പറയാം. അതല്ലെങ്കിൽ കൊടുത്തൊഴിവാക്കേണ്ട മുതലാണ് സക്കാത്ത്. ഇതൊരിക്കലും നമുക്ക് അവകാശപ്പെട്ട സംഗതിയല്ല. സക്കാത്ത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, അതായത് സക്കാത്ത് കൊടുക്കാൻ നമ്മൾ അർഹരാണെങ്കിൽ ആ സക്കാത്ത് കൊടുക്കേണ്ട സംഖ്യ നമ്മുടെ ഭാഗത്ത് നമ്മളെ അടുത്ത് പോകേണ്ട മുതലാണ്, കൊടുത്തൊഴിവാക്കേണ്ട മുതലാണ്. ആ മുതൽ കൊടുത്തൊഴിവാക്കിയാലേ നമ്മൾ ശുദ്ധിയാവുകയുള്ളൂ എന്നാണ് സക്കാത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോൾ സക്കാത്ത് എന്നത് കൊടുത്തൊഴിവാക്കേണ്ട ഒരു മുതലാണ്. മനസ്സിലാണ് നമുക്ക്? എന്താണ് ഏറ്റവും മോശമായ മുതലാണ് എന്ന് വേണമെങ്കിൽ കുറിച്ച് പറയാം. വാങ്ങുന്ന ആൾക്കല്ല കേട്ടോ, കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണല്ലോ തങ്ങന്മാരായ ആളുകൾക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. അത് ഏറ്റവും നല്ല മുതലാണെങ്കിൽ അത് കൊടുക്കണമല്ലോ ആദ്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടക്കമുള്ള അഹ്ലു ബൈത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, സക്കാത്ത് വാങ്ങാൻ പാടില്ല എന്നാണ്, അല്ലേ? വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒന്നാമത് നമ്മൾ ആ പറഞ്ഞ സക്കാത്ത് നിർബന്ധമായത്. പിന്നെ രണ്ടാമത് സ്വതക്ക. സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മം ചെയ്യുക എന്നൊക്കെ പറയും. ധർമ്മം ചെയ്യുക, സാധാരണ സ്വതക്ക എടുക്കുക എന്നൊക്കെ പറയും. മൂന്നാമത്തെ ഒരു ഐറ്റാണ് ഹിബത്ത്. ഹിബത്ത് ഓശാരമായി കൊടുക്കുക, ഗിഫ്റ്റായി കൊടുക്കുക, സമ്മാനമായി കൊടുക്കുക. അതിലേറ്റവും നല്ലത് ഹിബത്തായി കൊടുക്കലാണ് എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നമ്മളിപ്പോൾ സമ്മാനം എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാം, അല്ലേ? മുതലാളി മുതലാളിക്ക് കൊടുക്കുക, മുതലാളി തൊഴിലാളിക്ക് കൊടുക്കുക, തൊഴിലാളി മുതലാളിക്ക് കൊടുക്കുക, പാവപ്പെട്ടവൻ മുതലാളിക്ക് കൊടുക്കുക, അയൽവാസി മറ്റേ അയൽവാസിക്ക് കൊടുക്കുക, വാപ്പ മോന് കൊടുക്കുക, മോന് വാപ്പാക്ക് കൊടുക്കുക, പിന്നെ ഉസ്താദിന് പിന്നെ വിദ്യാർത്ഥിക്ക് കൊടുക്കുക, ഉസ്താദ് വിദ്യാർത്ഥിക്ക് കൊടുക്കുക. ഇങ്ങനെയൊക്കെ എല്ലാ മേഖലയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് എന്ത്? ഹിബത്ത്, ഗിഫ്റ്റ്. പക്ഷെ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവും. കൊടുക്കുന്ന ആൾക്കും നല്ല സന്തോഷമായിരിക്കും, വാങ്ങുന്ന ആൾക്കും അതിലേറെ സന്തോഷമായിരിക്കും. രണ്ടുപേർക്കും സന്തോഷമായിരിക്കും. രണ്ടുപേരെയും മനസ്സ് നന്നായി എന്താണ് പറയുക, ഹാപ്പി ആയിരിക്കും എന്നാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത്, അല്ലേ? ഇനി സദഖയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. സദഖ ധർമ്മം. നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകളുടെ മനസ്സിലെങ്കിലും ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും കൊടുക്കുക, പോലില്ലാത്തവനാണ് ഞാനുള്ളവനാണ്, ഞാനിപ്പോൾ ഉള്ളവനായതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് ധർമ്മം കൊടുക്കുന്നത്, ഞാനൊരുള്ള ആൾ അവരില്ലാത്ത ആൾ. ധർമ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ചെറിയൊരു ഇത് വരുന്നില്ലേ? അതായത് പിന്നെ ധർമ്മം വാങ്ങാൻ ഒരാളൊരു യാചകം വന്നിട്ടുണ്ട്, ആൾക്ക് എന്തെങ്കിലും കൊടുത്തുകൂടാ. അപ്പോൾ അയാളെ നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും അയാൾ 2ാം നമ്പറായിട്ടാണ് അവിടെ കാണുന്നത്. നമ്മൾ കൊടുക്കുന്ന ആളൊരു ഭയങ്കര ആളും വാങ്ങുന്ന ആളൊരു അങ്ങനെയാണ് നമ്മളവിടെ കാണാം. ഇത് ധർമ്മത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതിയാണ്. പല ആളുകളുടെയും മനസ്സിലെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ട്, എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നല്ല പറഞ്ഞത്, ഇതിനൊരു ചാൻസും ഉണ്ട്. ഇത്രയും ചാൻസ് ഇല്ലാത്തൊരു സംഗതിയാണ് ഹിബത്തായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അവിടെ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആൾക്കും രണ്ടുപേരും ഒരുപോലെ സന്തോഷവാന്മാരായിരിക്കും. അതാണ് ഗിഫ്റ്റിൻ്റെ പ്രത്യേകത. എങ്ങനെയെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല കൊടുക്കുക, അല്ലെങ്കിൽ കൊടുത്തൊഴിവാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല കൊടുക്കുക, പരിപൂർണ്ണ സന്തോഷത്തോടെ കൊടുക്കുക.
ധർമ്മം അങ്ങനെയല്ല. ധർമ്മത്തിന് ഈ പറയപ്പെട്ടതുപോലെ ചെറിയൊരു ലാഞ്ചനയെങ്കിലും മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു ധർമ്മം കൊടുക്കുന്ന ആള്, അയാളൊരു ധർമ്മം വാങ്ങുന്ന ആള്, അപ്പോൾ അയാളൊരു രണ്ടാം ഒരു കിടക്കാരനായി ഇങ്ങനെ കാണുക. അപ്പോൾ അതും കൂടെ വരാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയാണ് ഹിബത്ത്. അതുകൊണ്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആർക്കാണെങ്കിൽ എന്ത് കൊടുക്കുകയാണെങ്കിലും അതൊരു ഹിബത്താണ് എന്ന് കരുതിയാൽ അത് വളരെ നന്നാവും എന്ന് നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറയാൻ കാരണം അതാണ്. അല്ലാതെ തെറ്റായിട്ടല്ല, സ്വതക്ക എന്നതൊക്കെ കൊടുക്കരുത് എന്നല്ല പറഞ്ഞത്. സ്വതക്ക ചെയ്യാൻ കൊടുക്കണം, അതും സുന്നത്ത് തന്നെയാണ്, ഐച്ഛികമായ ധർമ്മമാണ്. ആ കൊടുക്കുന്നത് ഹിബത്താണെന്ന് കരുതി കൊടുത്താൽ നല്ല കൂലിയും കിട്ടും, മാത്രമല്ല നല്ല മനസ്സിന് റാഹത്ത് കൊണ്ട് സന്തോഷം കിട്ടും എന്നൊക്കെ അതിൽ എന്താണ് പറയുക നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിലുള്ള ചെറിയൊരു മാനസികമായൊരു വശം പറഞ്ഞു എന്ന് മാത്രം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതാണ്. അപ്പോൾ പിന്നെ പൂർണ്ണ സംതൃപ്തി ഉണ്ടാക്കാൻ സഹായിക്കുന്ന സംഗതിയാണ് ഹിബത്തായി കൊടുക്കുക എന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഏതായാലും അല്ലാഹു തആല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ പക്കൽ നിന്ന് അന്നദാനങ്ങൾ സ്വീകരിക്കുന്നവരെ അഭിമുഖീകരിച്ചുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ പറയുന്ന വാക്കുകളാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ലാതെ വാങ്ങുന്നവരിൽ നിന്ന് യാതൊരു പ്രതിഫലവും അല്ലെങ്കിൽ തിരിച്ചൊരു ഉപകാരവും ലഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്. നമ്മൾ ഇക്കാലത്തൊക്കെ എന്താണ് പറയുക, എങ്ങനെയാണിത് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. എത്ര വിശദീകരിച്ചാലും മതിയാവില്ല. പക്ഷേ വിശദീകരിക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്ന സമയമാണിപ്പോൾ അല്ലേ. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്ക് ഫോട്ടോ എടുക്കുക, പത്രത്തിൽ വിടുക, എന്നിട്ട് അത് നാലാളെ അറിയിക്കുക. അതങ്ങനെ പത്രത്തിൽ വന്നില്ലെങ്കിൽ, പേര് വന്നില്ലെങ്കിൽ ആ പേര് വരാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുക. ഇതൊക്കെ നടക്കുന്ന സംഗതിയാണിത്. അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരുത്താൻ പറയാത്തതിൻ്റെ പേരിൽ, സ്റ്റേജിൽ കയറിയിരിക്കാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ എന്താണ് പറയുക, സംഘാടകരോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സ്വാഗതം പറയുമ്പോൾ പേര് വിട്ടുപോയാൽ അതിന് പിന്നാലെ വിളിച്ച് ചൂടാവുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില എന്താണ് പറയുക വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ നമ്മളെ ഖൗമിൽ പല ആളുകൾക്കും ഉണ്ട്. എന്തെങ്കിലും ചെറിയൊരു സംഗതി ചെയ്യുമ്പോഴേക്കും നാലാളുകളെ വിളിച്ചറിയിക്കുക. ചില സംഗതികൾ അറിയിക്കേണ്ടതായിട്ടുണ്ടാവും, അതിൻ്റെതായ മാർഗങ്ങൾ സ്വീകരിക്കാം. അതേപോലെ ഈ പാവങ്ങളായ ആളുകൾക്ക് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴൊക്കെ നമ്മൾ നടത്തുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അവർക്കും അഭിമാനമില്ലേ? അവരും അഭിമാനമുള്ള ആളുകളല്ലേ? നമ്മുടെ കമ്മിറ്റിയുടെ പിന്നെ റിലീഫ് പ്രവർത്തനം ഉണ്ടാക്കി റിലീഫ് സമാഹരിച്ചത് വിതരണം ചെയ്യുമ്പോൾ വലിയ സ്റ്റേജ് കെട്ടി കാര്യപ്പെട്ട ആളുകളെ കൂടുന്ന പത്രമാധ്യമങ്ങൾ വിളിച്ചു വരുത്തി ആ സാധുവായ മനുഷ്യന്റെ അഭിമാനം നമ്മൾ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് റിലീഫ് കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടല്ലേ? അയാളുടെ ആ വിഷയം ചോദിച്ച് പൊരുത്തം വാങ്ങണ്ടേ? ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുന്നത്, അതൊക്കെ ആൾക്ക് ഇഷ്ടമാവുമെന്ന് നമുക്കറിയണ്ടേ? പിന്നെ റെക്കോർഡിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ സംഗതി ചെയ്തു എന്ന് വേണ്ടി ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അത് അയാൾക്ക് മാത്രം കാണിച്ചു കൊടുക്കുക. അപ്പോൾ റിലീഫ് പ്രവർത്തനത്തിന് സഹായിച്ച ഒരാളുണ്ട് നോക്കുക, അയാൾക്ക് അറിയണം ഈ പൈസ അർഹരായ ആളിലേക്ക് എത്തിയോ എന്ന്. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ആളെ കാണിക്കുക. അത് അത്യാവശ്യത്തിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ റെക്കോർഡ്സിൽ വെക്കാൻ വേണ്ടി ചെയ്യാം. അതിൽ എല്ലാം ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടുന്ന ഒരു പരിപാടി, ഒരു സംസ്കാരം നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് എന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. അതിൽ അവരുടെ എന്ന് പറഞ്ഞാൽ ആരുടെയും അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ മറ്റുള്ള ആളുകളുടെ അഭിമാനം എന്താകും പാടില്ല, ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. നമ്മൾ വളരെ രഹസ്യമായി കൊടുക്കുക. ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ നാട്ടിൽ പ്രയാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി നോക്കുക, നമ്മളെ നാലാളെ അറിയിക്കാതെ സമാഹരിക്കേണ്ട ആവശ്യമാണെങ്കിൽ വളരെ രഹസ്യമായി അയാൾ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അത് പിരിവുമായിട്ട് സംഗതിയാണെങ്കിൽ അത് വളരെ രഹസ്യമായ ആളുകളെ പോയി കണ്ട് പിരിച്ചെന്ത് ചെയ്യുക, ആരും അറിയാതെ പൈസ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചില കേസുകൾ പരസ്യമായ സംഗതികളുണ്ടാകും, അത് മറ്റൊരു വിഷയം അല്ലേ. അത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്യാം. അല്ലാത്ത ഒരു വിധമൊക്കെ എത്രത്തോളം രഹസ്യമായി കാത്തു സൂക്ഷിക്കണം അത്രത്തോളം രഹസ്യമായി കാത്തു സൂക്ഷിക്കുക. ആരും അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആളുകളുടെ മുമ്പിൽ ഞാനൊന്നുമില്ലാത്തവനാണെന്ന് അറിയപ്പെടുന്ന ഒരാളും ആഗ്രഹിക്കൂലല്ലോ. നമ്മളായാലും ആരായാലും എത്ര ഇല്ലാത്തവനായാലും അത് ആഗ്രഹിക്കൂല എന്നാണ്. പിന്നെ ഇഫത്തുള്ള ആളുകളുണ്ടാവും, ഈ ഒരു വിഷയത്തിൽ അള്ളാഹുവിനെ പേടിയുള്ള ആളുകളുണ്ടാവും, എത്ര ഇല്ലെങ്കിലും ഉണ്ട് എന്ന് നടിച്ചു നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ ആളുകളെ ഇടയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് വെളിച്ചത്താക്കി അവരുടെ ആ ഒരു ഇഫത്ത് നഷ്ടപ്പെടുത്തിയാൽ അതൊരു ഭയങ്കര മോശം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ രഹസ്യമായി എത്തിച്ചു കൊടുത്ത് അള്ളാഹുവിൻ്റെ പ്രതി മാത്രം കാക്ഷിച്ച് ഇത് കൊടുക്കുക, വേറെ ആരും അറിയണ്ട. അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും. ഓരോരുത്തരും മരണപ്പെട്ടതിന് ശേഷമേ അറിയുള്ളൂ ഇത്രയും കുടുംബങ്ങൾ ഇയാൾ ചിലവിലാണ് കഴിഞ്ഞിരുന്നതെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ വേണമെങ്കിൽ അവർക്കത് ആളുകളുടെ ഇടയിൽ വിളിച്ചു പറയാമായിരുന്നില്ലേ? അവരത് ചെയ്തിട്ടില്ല.
അവർ മരണപ്പെട്ടതിന് ശേഷമാണ് ഇന്ന ആളുകളൊക്കെ ഇയാൾ പോറ്റി വളർത്തിയിരുന്ന കുടുംബങ്ങളാണെന്ന് മനസ്സിലാവും. ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം തരട്ടെ, നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു ബുദ്ധി തരട്ടെ, നമ്മളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ, നമ്മുടെ അമലുകളൊക്കെ അല്ലാഹുവിന് മാത്രമുള്ളതായി റബ്ബ് സ്വീകരിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.